അരുൺകുമാർ, താങ്കൾ സംസാരിച്ചപ്പോൾ നേരത്തെ പ്രതിപാദിച്ച കാര്യം സർക്കാരിൻ്റെ പ്രകടന പത്രിക അത് പുതുക്കി 600-ൽ നിന്ന് 900 ഇനം പത്രികയാക്കി മാറ്റിയത്, അത് വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്തുകൊണ്ടിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട്, ഇത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കാതിരിക്കുക എന്നതാണ് കനകോലു കൊടുക്കുന്ന ഉപദേശം എന്നാണ് വാർത്തകളിൽ കാണുന്നത്. പകരം വിവാദ പ്രശ്നങ്ങൾ മാത്രം ചർച്ചയ്ക്കെടുക്കുക, അതിൽ തന്നെ എല്ലാ വിവാദ പ്രശ്നങ്ങളും എടുക്കാതെ കഴിയുമെങ്കിൽ ഒറ്റ പ്രശ്നത്തിൽ ഊന്നി മുന്നോട്ട് പോവുക. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് യുക്തികൾ കൊണ്ടല്ല വികാരം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നതിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആശയമായിട്ട് ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാൾ കൂടെ ഉള്ളൊരു തെരഞ്ഞെടുപ്പല്ല, അങ്ങനെ ഒരാളുടെ തന്ത്രമനുസരിച്ച് ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു രാഷ്ട്രീയ ചേരിയും മുന്നോട്ട് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അലകിനെയും പിടിയെയും മാറ്റിമറിച്ചേക്കും എന്ന ഒരു നിരീക്ഷണത്തിന് എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി നേരിടാൻ CPM ഒരുങ്ങി നിൽക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നുണ്ടാകും. അങ്ങനെ വികാരങ്ങൾക്ക് തീ കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയിലേക്ക് എതിരാളികൾ പോകും എന്ന് ഇപ്പോൾ കണക്ക് കൂട്ടുന്നുണ്ടോ? അങ്ങനെ പോയാൽ എന്തായിരിക്കും CPIM ചെയ്യുക? അരുൺകുമാർ. അതെ, ഇവിടെ കൃത്യമായി വികസനം ചർച്ചയാക്കരുത്, വിവാദങ്ങൾ മാത്രം ചർച്ചയാക്കിയാൽ മതി എന്നുള്ള ഒരു തിയറി കുറച്ച് വർഷങ്ങളായി തന്നെ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF ഉയർത്തിയിട്ടുണ്ട്. അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് ചില തെരഞ്ഞെടുപ്പ് വിജയം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നേടാൻ കഴിഞ്ഞില്ല. പക്ഷെ അത് ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഒക്കെ പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മാസങ്ങൾക്ക് മുമ്പല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നേ? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 110 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തത് UDF ആണ്. ഞങ്ങൾ വെറും 19 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയത് BJP ആണ്. അപ്പൊ അതെ, കുറച്ചു മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രാദേശികമായിട്ടുള്ള വികാരങ്ങളുടെ ഒരു അലയടിക്കലാണ് മുഖ്യമായും. എന്നിരുന്നാലും ജില്ലാ പഞ്ചായത്ത് ലെവലിലുള്ള വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ നിങ്ങൾ ആ 110-ൽ നിന്ന് 73 ചുരുങ്ങി. 110-ൽ നിന്ന് 73 ചുരുങ്ങി. ഞങ്ങൾ 19-ൽ നിന്ന് 65 ഉയർന്നു. BJP 11-ൽ നിന്ന് 2 ചുരുങ്ങി. അപ്പോ ഞങ്ങൾക്ക് വീണ്ടും പരാജയമാണോ? ഞങ്ങളും നിങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം ഏകദേശം ഒരു 10 സീറ്റിന്റെ വ്യത്യാസമാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ പൊളിറ്റിക്കൽ വോട്ട് എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിൽ തന്നെ 20ഓളം മണ്ഡലങ്ങളിൽ 1000, 1500 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെല്ലാം ഈ വരുന്ന 3-4 മാസത്തിനുള്ളിൽ കവർ ചെയ്യാൻ കഴിയില്ല എന്നതാണ് കനകോലു സിദ്ധാന്തത്തിന്റെ ഭാഗമായി നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇതിനു മുമ്പും നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ സമയത്തും ഞങ്ങൾ 111 മണ്ഡലങ്ങളിൽ പുറകിൽ പോയതാണ്. ആ 111 മണ്ഡലങ്ങളിൽ പുറകിൽ പോയ അവസ്ഥയിൽ നിന്നാണ് മാസങ്ങൾക്ക് ശേഷം നടത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളും നുണപ്രചരണങ്ങളും വികസനം ചർച്ച ചെയ്യാതിരിക്കാനുള്ള കൃത്യമായി അജണ്ട വച്ചുള്ള പ്രവർത്തനങ്ങൾക്കിടയിലും 99 സീറ്റോടെ ഞങ്ങൾ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ എത്ര വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാലും കേരളത്തിലെ ജനത ആ വിവാദങ്ങളെ പുച്ഛിച്ചു തള്ളും. ഇപ്പൊ ബ്രഹ്മപുരം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 10-20 വർഷത്തെ മാലിന്യമാണ് കത്തി എരിഞ്ഞത്. ഇന്ന് ബ്രഹ്മപുരത്ത് ചെന്നാൽ മനോഹരമായ ക്രിക്കറ്റ് മൈതാനം നമുക്ക് കാണാൻ കഴിയും. ഓരോ മഴക്കാലത്തും കടൽ അടിച്ചു കയറി ഇവിടെ ചെല്ലാന പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും നശിച്ച് എല്ലാം നഷ്ടപ്പെടുമായിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളും കെട്ടിടം, കട്ടില്, കിടക്ക എല്ലാം നഷ്ടപ്പെടും. അവിടെ ടെട്രോപാഡ് നിർമ്മിച്ച് ഒരു വീട്ടിലും ഇപ്പോൾ കടൽ വെള്ളം കയറാത്ത സ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നു. പട്ടിണിയില്ലാത്ത കൊച്ചിയെ നിർമ്മിച്ചുകൊണ്ട് 10 രൂപയുടെ സമൃദ്ധി ഊണ്, അതുപോലെ ചേരിയിൽ കിടക്കുന്നവരെ വടക്കേന്ത്യയിലെ കൂട്ട് തുണി വെച്ച് മറയ്ക്കുകയല്ല ചെയ്യുന്നത്, വേലി കെട്ടി മറയ്ക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്ത് പുനരധിവസിപ്പിക്കുന്നു. ഓഖി ദുരന്തത്തിന്റെ ഭാഗമായി കടലിൽ പോയി ജീവിതം നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഫ്ളാറ്റുകൾ പുനർഗ്രഹം പദ്ധതിയുടെ ഭാഗമായി പുനരധിവസിപ്പിക്കുന്നു. കല്ലിട്ട് പോയ നിരവധി വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമായി ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. കല്ലിട്ടാൽ കപ്പൽ ഓടില്ലല്ലോ എന്ന് പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര വികസനം ചർച്ച ചെയ്യാതെ സൂക്ഷിച്ചാലും, എത്ര സംരക്ഷിച്ചാലും, അതിനുവേണ്ടി എത്ര ഗൂഢാലോചന നടത്തിയാലും
ജനങ്ങൾ ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കണ്ടു മനസ്സിലാക്കി അത് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. ദേശീയപാത കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി തന്നെ പത്രസമ്മേളനം നടത്തി ഉപേക്ഷിച്ച് അതുപോലെ തന്നെ വയൽക്കിളികളുടെ സമരം, കീഴാറ്റൂർ സമരം, നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച് സമരം, റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ചുള്ള സമരം, എത്രയോ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് പദ്ധതി അടക്കമുള്ള ഊർജ്ജ പദ്ധതികളും ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചു പോയതല്ലേ. 55,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയതും, ആരോഗ്യരംഗത്ത് നിങ്ങൾക്കറിയാം 7 അവയവങ്ങൾ മാറ്റിവെച്ച ഏറ്റവും മികച്ച ശസ്ത്രക്രിയ നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സർക്കാർ ആശുപത്രിയായി ഈ എറണാകുളം ജനറൽ ആശുപത്രി മാറുമ്പോൾ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കാണ് കഴിയുക? ഇത് കേട്ടില്ലെന്ന് നടിക്കാൻ ആർക്കാണ് കഴിയുക? അതിദരിദ്ര സർവേ നടത്തി പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി ഈ കേരളം മാറിയില്ലേ? ലോകത്ത് ചൈനയ്ക്ക് ശേഷം അത്തരത്തിൽ പ്രഖ്യാപനം നടത്താൻ കഴിയുന്ന ഒരു പ്രദേശമായി ഈ കേരളം മാറിയില്ലേ? ഇതിന്റെ ഭാഗമായി എത്രയോ ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഓരോ മണിക്കൂറിലും വിതരണം ചെയ്ത വീടുകളുടെ കണക്ക് വരുന്നു. ഓരോ മണിക്കൂറിലും വിതരണം ചെയ്യുന്ന പട്ടയത്തിന്റെ കണക്ക് വരുന്നു. ഓരോ മണിക്കൂറിലും കിട്ടുന്ന സർക്കാർ നിയമനങ്ങളുടെ പട്ടിക പുറത്തു വരുന്നു. ഇന്ത്യയിൽ നടക്കുന്ന സർക്കാർ നിയമനങ്ങളുടെ പകുതിയിലധികം ഈ കൊച്ചു കേരളത്തിലാണ്. ഇതെങ്ങനെയാണ് നമുക്ക് കാണാതിരിക്കാൻ കഴിയുക, കേൾക്കാതിരിക്കാൻ കഴിയുക? പല അപവാദങ്ങളും നുണപ്രചരണങ്ങളും ഉണ്ട്. ആ നുണപ്രചരണങ്ങൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിച്ചുകൊണ്ട്, കോർപ്പറേറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് 2-3 ദിവസം ലൈവ് ചർച്ചയാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടില്ല, കേട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ ഭൂപതിവ് പട്ടയം ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. അവർക്ക് കൃഷി ആവശ്യത്തിനും വീട് വെക്കാനും മാത്രമേ അവിടെ ഭൂമി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭ പാസാക്കിയ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി എത്ര വലിയ സൗകര്യങ്ങളാണ് ഇടുക്കിയിലെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണം, ആ വന്യജീവി ആക്രമണം, കേന്ദ്ര നയം, നിയമം എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പാകത്തിന് ഈ കേരളത്തിന്റെ നിയമസഭ നിയമം പാസാക്കി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേന്ദ്രത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. 5 സെന്റ് സ്ഥലത്ത് ഒരു കടമെടുത്ത് വീട് വെച്ചു, അവസാനം ജപ്തിയായി, കിടപ്പാടം നഷ്ടപ്പെടുന്നു. ഒരാൾക്ക് പോലും കിടപ്പാടം നഷ്ടപ്പെടില്ല എന്ന് നിയമം ഈ കേരളത്തിന്റെ നിയമസഭ പാസാക്കി ജപ്തിയില്ലാത്ത നാടാക്കി നമ്മുടെ നാടിനെ മാറ്റിയിരിക്കുക. ഇന്ന് മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ സംഘങ്ങൾ ആ സ്പോട്ടിൽ തന്നെ പണം വിതരണം ചെയ്യുന്ന തരത്തിലേക്കുള്ള തീരുമാനമെടുക്കുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ ഗവൺമെന്റിന്റെ കരുതൽ, ശ്രദ്ധ എത്തിച്ചേരുകയാണ്. 64 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, 34 ലക്ഷം വീട്ടമ്മമാർക്ക് പ്രത്യേക കരുതൽ പെൻഷനായി വിതരണം ചെയ്യുന്നു. 5 ലക്ഷം യുവജനങ്ങൾക്ക് കണക്ട് ടു വർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു, സ്റ്റൈഫൻഡ് കൊടുക്കുന്നു. ആകെയുള്ള ജനസംഖ്യ 3.5 കോടി, 18 വയസ്സിന് മുകളിലുള്ള ജനസംഖ്യ 2.25 കോടി. അതിൽ 1,05,00,000 പേർ ഈ ഗവൺമെന്റിന്റെ കരുതൽ, ശ്രദ്ധ ഇത്തരത്തിൽ വരികയാണ്. ഏത് നാടുണ്ട് ഇങ്ങനെ? ഏത് നാടുണ്ട് ഇത്തരത്തിലുള്ള പരിഗണന സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് കൊടുക്കുന്ന നാട്? എല്ലാ വിഭാഗം ജനങ്ങളെയും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നുണപ്രചരണങ്ങളെയും വ്യാജ വാർത്തകളെയും ചെറുത്തു തോൽപ്പിക്കാൻ ജനങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്. ഞങ്ങളുടെ PR ജനങ്ങളാണ്. അവരെ കേൾക്കും, അവരായിട്ട് സംവദിക്കും. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളുടെ കുറവാണോ? ഞങ്ങൾ അത് അഡ്മിറ്റ് ചെയ്യും, അത് പരിഹരിക്കും. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ജനങ്ങൾക്കൊപ്പം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ മീൻ പോലെയാണ്. അത് കരയിൽ കിടന്നാൽ പിടച്ചു മരിച്ചു പോകും. അതുകൊണ്ട് ഇനി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നല്ല, ഞങ്ങൾ എന്നും ജനങ്ങൾക്കിടയിൽ തന്നെയാണ്. ഞങ്ങൾക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാനും ഞങ്ങളുടെ വഴി നിശ്ചയിക്കാനും PR ഏജൻസി വേണ്ട, ഒരു CEO വേണ്ട, ഒരു കനകോല് വേണ്ട. ഞങ്ങളുടെ വഴി നിശ്ചയിച്ചു തരുന്നതും നിർണയിച്ചു തരുന്നതും ആ വഴി തെളിച്ചു തരുന്നതും ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഭരണ തുടർച്ചയും വൻ മുന്നേറ്റവും കേരളത്തിൽ സൃഷ്ടിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. സ്വപ്നം കാണുന്നവർ സ്വപ്നം കണ്ടോട്ടെ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ആരോപണങ്ങൾ ഉന്നയിച്ചോട്ടെ, വിദേശത്ത് പോയി പണപ്പിരിവ് നടത്തുന്നവർ അങ്ങനെ നടത്തിക്കോട്ടെ, അതിനുശേഷം നുണ പ്രചരിപ്പിക്കുന്നവർ അത് നടത്തിക്കോട്ടെ. ഏത് നുണപ്രചരണത്തെയും അതിജീവിക്കാനുള്ള സംഘടനാപരമായിട്ട് കരുത്ത്, രാഷ്ട്രീയപരമായിട്ടുള്ള ഉൾക്കരുത്ത് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങളുടേതാണ്. വൻപിച്ച മുന്നേറ്റം ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കും, യാതൊരു സംശയവും വേണ്ട.